ഇനി നമ്മൾ നോക്കാൻ പോകുന്ന പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് ആണ്. പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്. Preparation of aldehyde. Okay, so reaction with the ethyl formate followed by hydrolysis. അപ്പോൾ ഒരു എസ്ട്രേറ്റ് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ ആണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. റിയാക്ഷൻ ഓഫ് ethyl formate followed by hydrolysis. അപ്പോൾ ethyl formate react with the Grignard reagent in equimolar proportion to form addition product which on acidic hydrolysis gives aldehyde. എന്താ പറഞ്ഞത്? ethyl formate react with the Grignard reagent in equimolar proportions to form addition product which on acidic hydrolysis to gives aldehyde. അപ്പോൾ ഒരു എസ്ട്രേറ്റ് റിയാക്ട് ചെയ്തിട്ട് ഒരു അഡീഷൻ പ്രൊഡക്റ്റ് കിട്ടും. ആ അഡീഷൻ പ്രൊഡക്റ്റിന് നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് ആൽഡിഹൈഡ്. ഒരു സ്പെസിഫിക് എക്സാമ്പിൾ നോക്കുക. CH3MgBr CH3MgBr react with the ethyl formate. Ethyl formate COHC2H5 ethyl formate. എന്നുണ്ടാവും ഈ C ഡബിൾ ബോണ്ട് O പോളറൈസ് ചെയ്യും. C പ്ലസും O മൈനസ് O. ഈ C പ്ലസിലേക്കാണ് CH3 മൈനസ് അറ്റാക്ക് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കാണിക്കാം. ഓക്കെ, ഇങ്ങനെ കാണിക്കാം. We will get a first step. We will get a adduct like C. അപ്പോൾ O മൈനസിലേക്കാണ് MgBr വരുന്നത്. O MgBr H CH3 O C2H5. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഹൈഡ്രോളിസിസ്. ഇപ്പോൾ ഹൈഡ്രോളിസിസ് എന്ന് പറയുമ്പോൾ HOH. അപ്പോൾ ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ ഇവിടെ ആക്ച്വലി എന്താ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ OM ബോണ്ട് തിരിച്ച് പോളറൈസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരും. ഈ OC2H5 ആണ് ഇവിടുന്ന് എന്തായി പോകുന്നത്? ലീവ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത് നേരത്തെ കിട്ടിക്കുന്ന കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, യു വിൽ ഗെറ്റ് എ പ്രൊഡക്റ്റ് ആൽഡിഹൈഡ് പ്ലസ് എന്തൊരു MgBrഉം OC2H5 കൂടി കമ്പൈൻ ചെയ്തിട്ട് MgOC2H5Br എന്നുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. യു വിൽ ഗെറ്റ് എ aldehyde. You will get aldehyde. Okay, if an excess of Grignard reagent is taken in the above reaction, then the aldehyde formed first further react with the Grignard reagent to yield secondary aldehyde. അപ്പോൾ എക്സസ് ആയിട്ടാണ് നമ്മൾ ഈ Grignard reagent എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ആൽഡിഹൈഡും വീണ്ടും Grignard reagent കൂടി റിയാക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ സെക്കൻഡറി ആൽക്കഹോളും കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈക്വമോളാർ എടുത്തു കഴിഞ്ഞാൽ we will get aldehyde. Okay, then next reaction with the HCN. HCN react with the Grignard reagent to form addition product which on acidic hydrolysis gives aldehyde. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ RMgX react with HCN ആയിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, HCN ആയിട്ട് റിയാക്ട് ചെയ്തതിന് ശേഷം കിട്ടുന്ന അഡക്റ്റ് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ we will get a aldehyde. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ CN ബോണ്ട് പോളറൈസ് ചെയ്യും. C പോസിറ്റീവ് ആവും. ഈ പോസിറ്റീവിലേക്കാണ് R മൈനസ് വരുന്നത്. അപ്പോൾ we will get a product HCrNMgX. This one followed by hydrolysis HOH plus H plus acidic hydrolysis we will get CORH plus എന്താണ് NMgX. okay, MgX NH2 we will get a aldehyde. okay, അപ്പോൾ ഇതിനൊരു സ്പെസിഫിക് എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് CH3MgBr വെച്ചൊരു എക്സാമ്പിൾ എടുക്കാം. CH3MgBr react with HCN. First step we will get CH3CNMgBr followed by acidic hydrolysis HOH. We will get CH3
COH plus MgNH2Br. Okay, this is the we will get a aldehyde. Okay, if an excess of Grignard reagent is taken in the above reactions, then the aldehyde formed first further react with the Grignard reagent to yield secondary alcohol. But excess ആയിട്ട് നമ്മൾ ഈ Grignard reagent എടുത്തു കഴിഞ്ഞാൽ ഈ ഉണ്ടാവുന്ന ആൽഡിഹൈഡ് Grignard reagent റിയാക്ട് ചെയ്തിട്ട് വീണ്ടും സെക്കൻഡറി ആൽക്കഹോൾ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് റിയാക്ഷൻ വിത്ത് HCl. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിപ്പറേഷൻ ഓഫ് കീറ്റോൺ. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് ആണ്. ഇനി ഇതിൽ പ്രിപ്പറേഷൻ ഓഫ് കീറ്റോൺ. അപ്പോൾ കീറ്റോൺ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ HCl പകരം RCN എടുക്കുകയാണെങ്കിൽ we will get ketone. അപ്പോൾ റിയാക്ഷൻ വിത്ത് ആൽക്കൈൽ സയനൈഡ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. റിയാക്ഷൻ വിത്ത് RCN ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. RCN followed by hydrolysis. Okay. Alkyl cyanide react with the Grignard reagent in equimolar proportion to form additional product which on acidic hydrolysis gives ketone. അപ്പോൾ നേരത്തെ നമ്മൾ HCN പകരം RCN എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? കീറ്റോൺ ആയിരിക്കും. നോക്കുക, RMgX റിയാക്ട് വിത്ത് RCN. അപ്പോൾ നേരത്തെ പോലെ തന്നെ അഡീഷണൽ പ്രൊഡക്റ്റ് ഈ CN ബോണ്ട് പോളറൈസ് ചെയ്യും, C പോസിറ്റീവ് ആവും, ഈ R മൈനസ് CNലേക്ക് അറ്റാക്ക് ചെയ്യും, MgX Nലേക്ക് വരും. വി വിൽ ഗെറ്റ് എ അഡീഷണൽ പ്രൊഡക്റ്റ് R. ഇവിടെ R ഡാഷ് ആണെങ്കിൽ ഇത് R ഡാഷ് C R N MgX followed by hydrolysis H plus HOH. We will get R C R dash C double bond MgNH2X. We will get MgNH2X. ഇതിനൊരു സ്പെസിഫിക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ CH3MgBr react with CH3CN, that is CH3CNMgBr CH3 followed by hydrolysis H plus HOH. We will get CH3 CONH2Br. Okay, we will get acetone. If an excess of Grignard reagent is taken in the above reaction, then the ketone formed first further react with the Grignard reagent to yield tertiary alcohol. Okay, next reaction with the esters followed by hydrolysis. Reaction with the esters followed by hydrolysis. Okay, then ethyl ester other than ethyl formate react with the Grignard reagent in equimolar amount to forms addition product which on acidic hydrolysis give ketone. അപ്പോൾ എന്താണ്, Grignard reagent ethyl ester തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എസ്റ്റേഴ്സ് അതർ ദാൻ ethyl formate ഈ എസ്റ്റേഴ്സ് തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വി വിൽ ഗെറ്റ് എ അഡക്റ്റ്, then adduct on acid hydrolysis we will get a ketone. Okay, നോക്കാം നമുക്ക് റിയാക്ഷൻ. RMgX react with a ethyl ester RCOOC2H5. First we will get a adduct. Adduct means if it is R dash, we will get R dash COMgX and OC2H5R. Here this R minus nucleophilic attack this electrophilic carbon by polarizing the C double bond of polarized O minus EO positive ആവും. ഈ പോസിറ്റീവിലേക്കാണ് R minus അറ്റാക്ക് ചെയ്യുന്നത്. then MgX plus എവിടെ പോകും, O minus അടുത്തേക്ക് പോകും. So we will get a compound like adduct like this. Adduct. This adduct on acid hydrolysis we will get this on
acid hydrolysis, H plus HOH, acid hydrolysis, we will get a ketone and C2H5OH and MgOH(X). Okay, we will get a product ketone. A specific example, methyl magnesium bromate react with ethyl acetate, CH3COOC2H5, ethyl acetate. Then first we will get an adduct, that is CH5CH3. This on acid hydrolysis, H plus HOH, CH3 plus C2H5OH plus MgOH(X). Br. We will get a acetone. Acetone is the product. The reaction, if an excess of Grignard reagent is taken in the above reaction, the ketone is formed. The first further react with the Grignard reagent to form tertiary alcohol. The reaction between Grignard reagent and ketone is already discussed before. അപ്പോൾ എവിടെ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ എക്സസ് ആയിട്ട് Grignard reagent എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടായ കീറ്റോണും Grignard reagent റിയാക്ട് ചെയ്തിട്ട് ചിലപ്പോൾ അത് എന്തായിട്ട് മാറാം, ടെർഷ്യറി ആൽക്കഹോൾ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ റിയാക്ഷൻ വിത്ത് ആസിഡ് ഹാലൈഡ് ഫോളോഡ് ഓൺ ഹൈഡ്രോളിസിസ്. റിയാക്ഷൻ വിത്ത് ആസിഡ് ഹാലൈഡ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. ഇവിടെ എന്താണ്, ആസിഡ് ഹാലൈഡ്സ് റിയാക്ട് വിത്ത് Grignard reagent in equimolar amount to form addition product which on acidic hydrolysis is ketone. Okay, ഇവിടെ എന്താ റിയാക്ഷൻ, RMgX react with acid hydrolysis or C2H5 acid chloride. വേണമെങ്കിൽ നമുക്ക് ഇവിടെ C2H5 പകരം വേണമെങ്കിൽ R dash അതുപോലെ തന്നെ C ഡബിൾ ബോണ്ട് O പോളറൈസ് ചെയ്യും, C പോസിറ്റീവും O മൈനസ് O. ഇവിടെ R മൈനസ് സിയിലേക്ക് അറ്റാക്ക് ചെയ്യും, MgX O മൈനസിലേക്ക്. അപ്പോൾ we will get a adduct Cl CO MgX R dash R. This on acid hydrolysis, H2O H plus. This on acid hydrolysis, H2O H plus. We will get a ketone. Specific example ആയിട്ട് എടുത്ത് എഴുതുകയാണെങ്കിൽ MgBr react with Cl CO C2H5. Then first step we will get a adduct, that is CH3 CO MgBr C2H5 Cl. This on acid hydrolysis, H2O, we will get CH3 CO CH3 plus C2H5 plus MgBrCl. Okay, അപ്പോൾ ഇവിടെ നമ്മൾ എക്സസ് ആയിട്ട് Grignard reagent എടുക്കുകയാണെങ്കിൽ, if an excess of Grignard reagent is taken in the above reaction, the ketone formed first further react with the Grignard reagent to yield tertiary alcohol. അപ്പോൾ ഇവിടെ tertiary alcohol ഫോം ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, പ്രിപ്പറേഷൻ ഓഫ് carboxylic acid or reaction with the solid carbon dioxide and followed by hydrolysis. ഇത് വളരെ പ്രധാനപ്പെട്ട റിയാക്ഷൻ ആണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡും Grignard reagent തമ്മിലുള്ള റിയാക്ഷൻ ആണ്. ഇവിടെയും പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡും Grignard reagent റിയാക്ട് ചെയ്ത അഡക്റ്റ് ഫോം ചെയ്യും. അഡക്റ്റ് ഫർദർ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ we will get a carboxylic acid. ഓക്കെ, നമുക്ക് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് സസ്പെൻഡഡ് ഇൻ ഡ്രൈ ഈഥർ റിയാക്ട് വിത്ത് Grignard reagent in equimolar amount to forms addition product which on acidic hydrolysis yield carboxylic acid. ഓക്കെ, ഇവിടെ നടക്കുന്ന റിയാക്ഷൻ നോക്കാം. RMgX react with carbon dioxide, solid carbon dioxide. എന്തുണ്ടാവും, one of the C double bond O polarize and the C will be
പോസിറ്റീവ് ആൻഡ് O മൈനസ്. P പോസിറ്റീവിലേക്കാണ് ഈ R മൈനസ് അറ്റാക്ക് ചെയ്യുക, MgX മൈനസിലേക്ക് പോകും. We will get a product of MgX and R. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഓക്കെ, ദിസ് ഓൺ ആസിഡ് ഹൈഡ്രോളിസിസ് H plus H2O. ഇപ്പോൾ എന്ത് വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആസിഡ് ഹൈഡ്രോളിസിസ് നടന്നിട്ട് ഒരു H ഇവിടേക്കും MgOH OH ഇവിടേക്കും വരും. അപ്പോൾ we will get a product RCOOH plus MgOH X. This is the product. നമുക്കൊരു സ്പെസിഫിക് എക്സാമ്പിൾ നോക്കാം. CH3MgBr. CH3MgBr react with carbon dioxide. Firstly we will get a adduct, that is CH3COOMgBr. This on acid hydrolysis we will get CH3COOH plus MgBrOH. We will get a acid. Okay, അപ്പോൾ ഇത് ആസിഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ബെറ്റർ മെത്തേഡാണ് ഇവിടെ നമുക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടുള്ള റിയാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കുക പ്രിപ്പറേഷൻ ഓഫ് എസ്റ്റേഴ്സ്. എസ്റ്റേഴ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് എസ്റ്റേഴ്സ്. ഇപ്പോൾ എസ്റ്റർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ റിയാക്ഷൻ വിത്ത് ക്ലോറോഫോർമേറ്റ് followed by hydrolysis. Okay, either chloroformate react with the Grignard reagent in equimolar amount to form addition product which on acidic hydrolysis give higher ethyl ester. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യാന്ന് വെച്ചാൽ ഒരു അല്ലെങ്കിൽ ഈഥൈൽ ക്ലോറോഫോർമേറ്റും Grignard reagent ആയിട്ട് റിയാക്ട് ചെയ്യും. വിൽ ഗെറ്റ് എ അഡക്ട്. ഫസ്റ്റ് വി വിൽ ഗെറ്റ് എ അഡക്ട് ഓൺ hydrolysis. We will get higher ether ester. Look reaction RMgX react with the ethyl chloroformate. But in C double bond of polarized serum, then C positive ആവും. ആ പോസിറ്റീവിലേക്കാണ് R മൈനസ് അറ്റാക്ക് ചെയ്യുക. MgX പ്ലസ് O മൈനസിലേക്കും പോകും. അപ്പോൾ we will get an adduct RCOMgXOC2H5Cl. Okay, this on acid hydrolysis. The acid hydrolysis നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ OMg ബോണ്ട് തിരിച്ച് ഇങ്ങോട്ട് റിട്ടേൺ വരും. Cl ഇവിടുന്ന് റിലീവ് ആവും, അല്ലെങ്കിൽ Cl ഇവിടുന്ന് ലീവ് ചെയ്യും. Cl ഇവിടുന്ന് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ we will get a ester RCOOC2H5 plus MgXCl. You will get MgXCl. Specific example നോക്കാം. CH3MgBr react with chloroethyl formate COC2H5. തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് we will get a adduct. CH3Mg ഈ C ഇലക്ട്രോഫിലിക് Cൽ അറ്റാക്ക് ചെയ്യും. C ഡബിൾ ബോണ്ട് ഓഫ് പോളറൈസ് ചെയ്തിട്ടുള്ള മൈനസിലേക്ക് MgBr വരും. We will get ClOMgBr CH3OC2H5. This on hydrolysis നടത്തി കഴിഞ്ഞാൽ H plus H2O hydrolysis നടത്തി കഴിഞ്ഞാൽ we will get CH3OC2H5 plus MgBrCl. Okay, if an excess of Grignard reagent is taken in the above reaction, then the ethyl ester formed first further react with the Grignard reagent to yield ketone and subsequently tertiary alcohols. Okay, ഇവിടെ നമ്മൾ എക്സസ് ആയിട്ട് നമ്മൾ ഈഥൈൽ Grignard reagent എടുക്കുകയാണെങ്കിൽ ഈ എസ്റ്റർ ഫർദർ റിയാക്ട് ചെയ്തിട്ട് അത് കീറ്റോൺ ആയിട്ട് ഫോം ചെയ്യും. കീറ്റോൺ ഫർദർ Grignard reagent ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ tertiary alcohol ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ Grignard reagent എന്നുള്ള ഈ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിൻ്റെ ആപ്ലിക്കേഷൻ പറയാം. ഓക്കെ, അപ്പോൾ ഒരുപാട് റിയാക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. റിയാക്ഷനൊക്കെ
ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ന്യൂക്ലിയോഫിലിക് അഡീഷനും ഉണ്ട്, രണ്ടാമത്തെ ടൈപ്പ് ഫസ്റ്റ് ടൈപ്പ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനും രണ്ടാമത്തെ ടൈപ്പ് ന്യൂക്ലിയോഫിലിക് അഡീഷനും. ഈ രണ്ട് കാറ്റഗറിയിൽ ഒരുപാട് റിയാക്ഷൻ ഉണ്ട്. ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. ഓക്കെ.